എറണാകുളം വൈറ്റിലയിൽ അംഗനവാടിയിൽ ഭക്ഷ്യവിഷബാധ 12 കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടു. കുടിവെള്ളത്തിൽ നിന്നാണ് രോഗവ്യാപനമെന്ന് നാട്ടുകാർ പറയുന്നു. കുട്ടികൾ ചികിത്സയിലാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്താണ് പ്രതിസന്ധി? ഇതെങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായത്? കുഞ്ഞുങ്ങൾ നിരന്തരമായി ഛർദ്ദിക്കുകയോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അത് ഒരാളിൽ നിന്ന് ഈ പറയുന്ന 12ഓളം കുഞ്ഞുങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷ്യവിഷബാധയാണ് എന്ന് മനസ്സിലാക്കി. അത് പകർച്ചവ്യാധി വല്ലതായിരുന്നു എന്നെങ്കിൽ സംശയമുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലല്ല, ഫുഡ് പോയ്സൺ ആണ് എന്ന് മനസ്സിലാക്കിയത് പിന്നീടാണ്. ഇത് ഈ കുടിവെള്ളത്തിൽ നിന്നാണ് രോഗവ്യാപനമെന്നാണ് ഇപ്പോൾ ആരോപണം. എന്തായാലും വൈറ്റില പൊന്നൂർന്ന് ഈസ്റ്റ് അംഗനവാടിയിലാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ ചികിത്സയിലാണ് ഇപ്പോൾ. കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ സംഭവ സ്ഥലത്ത് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു അംഗൻവാടി ഇതുമായി ബന്ധപ്പെട്ട് അംഗൻവാടിക്ക് ലഭിക്കുന്ന കുടിവെള്ളവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ അതിൽ രോഗാണുബാധ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ കുടിവെള്ളം ശുദ്ധമല്ലാത്ത വെള്ളമാണ് കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചത്, അംഗൻവാടിയിലേക്ക് ലഭിച്ചത് എന്നുള്ള ആരോപണമാണ്. ഇപ്പോൾ ആ തരത്തിലാണ് ഇപ്പോൾ ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. സജിത.